നമസ്കാരം. ജൂൺ 19-ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില പുതിയ വിവരങ്ങൾ അതൊന്ന് ആഴത്തിൽ നോക്കിയാലോ? കിട്ടിയ റിപ്പോർട്ടുകളും പിന്നെ സർവേകളും ഒക്കെ വെച്ച് അവിടെ എന്താണിപ്പോൾ സ്ഥിതിയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തെവിടെയുള്ള മലയാളികൾക്ക് വിവരങ്ങൾ അറിയാൻ ഒരു ഓൺലൈൻ പോർട്ടൽ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online അതും തുടങ്ങിയിട്ടുണ്ട്. അതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. അപ്പോ നമ്മളിവിടെ നോക്കുന്നത് എന്താണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം, ആരാണ് മുന്നിൽ, അഭിപ്രായ സർവേകൾ എന്തു പറയുന്നു, പിന്നെ വോട്ടർമാരുടെ കണക്കുകൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ, അതൊക്കെ എവിടെ എത്തി, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതെ, ആദ്യം തന്നെ ആ സർവേയുടെ കാര്യമെടുക്കാം. ലോക്പോൾ എന്നൊരു ഏജൻസിയുടെ സർവേ ആണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. അതനുസരിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് കാര്യങ്ങൾ കുറച്ച് അനുകൂലമാണെന്ന് തോന്നുന്നു, അല്ലേ? 48% വോട്ട് കിട്ടുന്ന പ്രവചനം. 48%. അതെ, സർവേ പ്രകാരം ഷൗക്കത്തിനാണ് മുൻതൂക്കം. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹത്തിന് 37% വോട്ടുകളാണ് സർവേ പറയുന്നത്. ഓഹോ, 37%. അപ്പോൾ ഒരു 11% വ്യത്യാസം വരുന്നുണ്ടല്ലേ? അതെ, ആ 11%ത്തിന്റെ വ്യത്യാസം. നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ വ്യത്യാസം അവസാന നിമിഷം എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അത് നമ്മൾ കാണേണ്ടി വരും. പിന്നെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ടല്ലോ, മുൻ MLA കൂടിയായ PV അൻവർ. അദ്ദേഹത്തിന് 4% വോട്ടാണ് സർവേ പറയുന്നത്. അതേസമയം BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 5% വോട്ടും. അതായത് അൻവറിനേക്കാൾ 1% കൂടുതൽ. അതെ, മറ്റ് സ്ഥാനാർത്ഥികൾക്കെല്ലാം കൂടി ഒരു 6% വോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് സർവേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അദ്ദേഹം ഈയിടെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഇരു മുന്നണികളും, അതായത് LDFും UDFും വലിയ തോതിൽ പണമൊഴുക്കുന്നു എന്നൊരു ആരോപണം അത് പ്രചാരണ രംഗത്ത് കുറിച്ച് ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. ശരി. അപ്പോ പ്രത്യാരോപണങ്ങളൊക്കെ സജീവമാണ്. ഇനി വോട്ടർമാരുടെ കാര്യത്തിലേക്ക് വന്നാലോ? എത്ര പേരുണ്ടാകെ? പുതുക്കിയ കണക്കനുസരിച്ച് ആകെ വോട്ടർമാർ 2,23,381 പേരാണ്. 2,32,000. അതെ, ഇതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ, 1,18,760 പേർ. പിന്നെ ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ഏകദേശം 7,787 പുതിയ വോട്ടർമാരുമുണ്ട്. അവർ ആദ്യമായി വോട്ട് ചെയ്യുന്നവരാണ്. ഓ, അത്രയും പുതിയ വോട്ടർമാർ. അത് നിർണായകമാവാം. സാധ്യതയുണ്ട്. പിന്നെ 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിലുണ്ട്. എല്ലാവർക്കും ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, അവർക്കെന്തെങ്കിലും സംവിധാനമുണ്ടോ? ഉണ്ട്. അതിനാണ്